ഞാൻ കിച്ചണിൽ വരുന്നുണ്ട്. കൂടെ തന്നെ പച്ചരിയും കുറച്ച് ചോറും ഉഴുന്നൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ ഇപ്പോൾ ഉണ്ടാക്കുന്നതെന്നല്ലേ? വെള്ളപ്പോളയാണ് ഉണ്ടാക്കുന്നത്. വെള്ളപ്പോളാന്നും പറയും, ചില വീട്ടിന് പുളിപ്പോളാന്നും പറയും. മിക്ക വീട്ടിൽ നിന്നും ഇത് നോമ്പിനെ ഉണ്ടാക്കുകയുള്ളൂ. അതും അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് പുറത്ത് പോയിട്ട് വാങ്ങാറാണ്. എൻ്റെ കൂടെ കൂടിക്കോ, ഞാനെങ്ങനെയാണ് എളുപ്പത്തിൽ ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ കാണുമ്പോൾ കരുതൂ നമ്മൾ ഇത്ര നാൾ പുറത്ത് പോയിട്ട് പോള വാങ്ങി കാശ് കളഞ്ഞത് വേസ്റ്റായിന്ന്. ഇതിപ്പോൾ കഴിക്കേണ്ടത് അറിയാത്തവർക്ക് പറഞ്ഞിരുന്നതാണേ. ചെറിയ പഴമെടുത്ത് നല്ലോണം കുത്തി ഉടച്ച് അതിലേക്ക് തേങ്ങാപ്പാലും പഞ്ചസാരയും, തേങ്ങാപ്പാലിന് പകരം പശുവും പാലും എടുക്കുക. പക്ഷേ തേങ്ങാപ്പാലിലാക്കുമ്പോൾ ടേസ്റ്റ് കൂടുതൽ. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് ക്രീം രൂപത്തിലാക്കി ഇപ്പോൾ പോള പ്ലേറ്റിലിട്ട് കൊടുത്ത് ഈ കായ്ക്കൂട്ടും അതിൻ്റെ മുകളിൽ പാർന്നു കൊടുത്തിട്ടാണ് കഴിക്കുക. അങ്ങനെ ഞാൻ അരിയൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1 സ്പൂൺ ഉഴുന്നും ഇട്ട് വെള്ളം പാർന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി അതിന് ശേഷം കുറച്ച് നല്ലോണം വെള്ളവും പാർന്നിട്ട് അട കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. പഞ്ചസാര പൊടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലേ. എൻ്റെ അടുത്ത് ഇപ്പോൾ പൊടിച്ചത് ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുക്കുന്നതാണ്. കൂടെ തന്നെ 1 സ്പൂൺ ഈസ്റ്റും ഇട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. രാവിലെ പോള ഉണ്ടാക്കണമെങ്കിൽ വൈകുന്നേരം ഇങ്ങനെ പച്ചരി ഉഴുന്നും കുതിരാൻ വേണ്ടി വെക്കണം, ഈസ്റ്റ് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് കിടക്കാൻ പോകുമ്പോൾ ഇതൊക്കെ അരച്ചിട്ട് മിക്സ് ചെയ്ത് കൂട്ടി വെക്കുന്നത്. ഞാൻ കുതിർത്തി വെച്ച അരി കഴുകി വൃത്തിയാക്കി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മൾ ഈസ്റ്റ് കലക്കി വെച്ച വെള്ളമാണ് മിക്സിയിൽ പാർന്നു കൊടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി അരി ഇട്ട് കൊടുക്കുന്നത്. എനിക്കിപ്പോൾ 2 പ്രാവശ്യം അരക്കേണ്ട അരിയുണ്ട്. ഇതേപോലെ സ്പോഞ്ച് പോലത്തെ പോള കിട്ടുന്നുണ്ടെങ്കിൽ അരി അരച്ച് കൂട്ടി വെക്കുമ്പോൾ നല്ല ടൈറ്റും ആയിപ്പോറ്, ലൂസും ആയിപ്പോറ്. അക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ എൻ്റെ അരിയൊക്കെ അരച്ച് എല്ലാം മിക്സ് ചെയ്ത് ഒരു അടപ്പ് വെച്ച് മൂടി വെച്ചിട്ടുണ്ട്. ഇനി പതിവ് പോലെ രാവിലത്തെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചായ കുടിയും കഴിഞ്ഞ് നാസ്ത ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ പോള ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ആദ്യം തന്നെ സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് കഴുകി വൃത്തിയാക്കി അതിൽ ആവശ്യത്തിന് എണ്ണ വാർന്നെടുത്ത് എല്ലാ ഭാഗവും തട്ടുന്ന വിധത്തിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എണ്ണ പുരട്ടിക്കൊടുത്താലേ നമുക്ക് പോള ഉണ്ടാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ പ്ലേറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ പോള പൊട്ടിപ്പോവും. അതുകൊണ്ട് ഇക്കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാൻ ഇങ്ങനെയും വിശദമായിട്ട് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അറിയുന്നവർ ചിരിക്കാനൊന്നും നിൽക്കണ്ട, വിട്ടുകളാം. അങ്ങനെ പതഞ്ഞ് പൊങ്ങിയ പോളക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഈ പോള മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആരോടൊന്നും ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യം തീർക്കാൻ നിൽക്കണ്ട. ഇങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എണ്ണ തടവിയ പ്ലേറ്റിലേക്ക് 4 സ്പൂണ് കൂട്ട് പാർന്നു കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ആവിച്ചെമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നുള്ളത്. ആവിക്ക് വെക്കുന്ന പലഹാരമൊക്കെ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലത് എന്നല്ല പറയുന്നത്. അതുമല്ല, പ്രായമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം കൂടിയാണ് ഇത്. അരി അരക്കുമ്പോൾ അരിയെടുത്ത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് ചോറും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, വോയിസ് കൊടുക്കുമ്പോൾ പറയാം വിട്ടുപോയതാണ്. എനിക്കിപ്പോൾ ഈ അരി വെച്ചിട്ട് 7 നല്ല സോഫ്റ്റും ടേസ്റ്റും അത്യാവശ്യം കട്ടിയുള്ള 7 പോള കിട്ടിയിട്ടുണ്ട്. പോള റെഡിയായോ നോക്കാൻ വേണ്ടി ഇങ്ങനെ കൈവച്ച് തൊട്ട് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി. സ്പൂണിന് പറ്റുന്നില്ലെങ്കിൽ പോള റെഡിയായി. അങ്ങനെ പോളച്ചെമ്പിൽ നിന്ന് പ്ലേറ്റും പോളയും എടുത്ത് മാറ്റിയതിന് ശേഷം 10 മിനിറ്റ് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണേ. ചൂടോടെ എടുക്കുമ്പോൾ പോള പൊട്ടിപ്പോവും. എൻ്റെ 7 പോളയും പ്ലേറ്റിൽ നിന്ന് എടുത്ത് മാറ്റി ഒരു പേപ്പർ ഇട്ട് അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കാണാൻ നല്ല മൊഞ്ചും കഴിക്കാൻ നല്ല ടേസ്റ്റും സോഫ്റ്റുമുള്ള എൻ്റെ പോള അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനിയും കുറേ പണികൾ ബാക്കി കിടക്കുന്നുണ്ട്. നാസ്ത ഉണ്ടാക്കി വെച്ചിട്ടല്ലേ ഉള്ളൂ, അത് കഴിച്ചിട്ടില്ലല്ലോ. അത് കഴിച്ച് അടിച്ചു വാരി തുടക്കണോ, ഉച്ചക്കത്തെ ചോറും കറിയാക്കണോ. നിങ്ങൾ വിചാരിക്കൂ ഇവളെന്നാ ഇങ്ങനത്തെ കഥകളൊക്കെ പറയുന്നതെന്ന്. എല്ലാ വീട്ടിലും ഉള്ള പണികൾ തന്നെയാണ്.
പക്ഷേ നമ്മൾ നമുക്കായിട്ട് ഭക്ഷണം ഉണ്ടാക്കി മനസ്സറിഞ്ഞ് കഴിക്കുമ്പോൾ അതിൻ്റെ സുഖമൊന്ന് വേറെ തന്നെയല്ലേ. ഞാനങ്ങനെ ഹോട്ടൽ ഭക്ഷണം വാങ്ങാറും കഴിക്കാറും ഇല്ല എന്നല്ല പറഞ്ഞു വരുന്നത്. നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ നല്ലത്. എൻ്റെ കുട്ടികളൊക്കെ വന്നാൽ മിക്കവാറും പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കലും പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടാന്ന് വീട്ടിൽ നിന്ന് കഴിക്കലും അങ്ങനെയൊക്കെയാണ് ചെയ്യുക. അത് അവർക്കൊരു സന്തോഷം നമുക്ക് തരുന്നതായിരിക്കൂലേ. അതിപ്പം വേണ്ടാന്ന് പറയുന്നത് അങ്ങനെ ശരിയുമില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ വാങ്ങാറും കഴിക്കാറുമുണ്ട്. അല്ലാത്ത സമയമൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാനാണ് ശ്രമിക്കാറ്. കുറേ ഇങ്ങനെ ചറപറാന്ന് പറഞ്ഞിട്ട് വീഡിയോ ലെങ്താക്കുന്നില്ല. വീഡിയോ കുറേ സമയമാകുമ്പോൾ നിങ്ങൾ കാണൂലെന്നും എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് പുതിയ കൂട്ടുകാരോടായിട്ട് പറയുന്നതാണ്. വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. ഇങ്ങനെ വീഡിയോയിൽ പറയുമ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് കിട്ടുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും പറയുന്നുള്ളത്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയൊരു പുതിയ വീഡിയോ പുതിയ വിശേഷമായിട്ട് ഇനിയും വരാം. അതുവരേക്കും ബായ്.